ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. അപ്പം അന്ന് ധരിച്ചു വെച്ചത് 4 സുവിശേഷം ഉണ്ടായിരുന്നെന്ന്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നാൽ പിന്നീട് സഭയിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ വചനം പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളൂ. ആ സുവിശേഷത്തിൻ്റെ 4 വിശേഷതകളാണ് 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ധരിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന്. പിന്നീട് സഭയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ വചനം പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി സുവിശേഷം 4 സുവിശേഷം 1 ഉള്ളൂ. പിന്നെ സുവിശേഷത്തിൻ്റെ വിശേഷത ഞാൻ പറയാറുണ്ട്, സുവിശേഷത്തിൻ്റെ സവിശേഷതയാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. ലൂക്കോസ് ക്രിസ്തുവേശു സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലകളിൽ യേശുവിനെ തെളിയിച്ചു. മർക്കോസ് യേശുവിൻ്റെ ദാസ രൂപത്തെ നന്നായിട്ട് വെളിപ്പെടുത്തി. ഇതിനെല്ലാം വ്യത്യസ്തമാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി. അപ്പോൾ മത്തായി യേശു രാജാതിരാജാവാണ് എന്നാണ് തെളിയിച്ചത്, വിവരിക്കുന്നില്ല. ലൂക്കോസ് ക്രിസ്തുവേശു സമ്പൂർണ്ണ മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. അതാ ആ 19:10 കിടക്കുന്നത് കാണാതെ പോയ വായിച്ച 19:10 ബിജുപാസ്റ്റേ 19:10 ലൂക്കോസ് 19:10 അതാ ആ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അവിടെ മനുഷ്യപുത്രൻ, അവൻ നല്ലൊരു മനുഷ്യൻ, യോഗ്യനായ മനുഷ്യൻ, ഉന്നതനായ മനുഷ്യൻ, മഹിമയുള്ള മനുഷ്യൻ, ആർദ്രതയുള്ള മനുഷ്യൻ. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ നല്ല മനുഷ്യ രൂപത്തെ ലൂക്കോസ് വെളിപ്പെടുത്തി. ഞാൻ ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. യോഹന്നാൻ്റെ എഴുത്തിൻ്റെ ഉദ്ദേശം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. ഇനി യേശു ക്രിസ്തുവിൻ്റെ വേറൊരു വിശേഷത, ഈ ഭൂമിയിൽ താനെ 33 വർഷം തൻ്റെ മഹിമയുള്ള ജീവിതമായിരുന്നു. ആ ജീവിച്ചപ്പോഴെല്ലാം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് തെളിയിച്ചാ പോയത്. അല്ലാതെ ചത്ത് കഴിഞ്ഞേച്ചല്ല ദൈവമായത്, ജീവിച്ചിരുന്നപ്പോഴേ ദൈവമാണ് തെളിയിച്ചു. ഇപ്പോൾ എല്ലാം ദൈവം കളിക്കുന്നവരുണ്ട്, ആണും പെണ്ണും എല്ലാം ദൈവം കളിക്കുക. ചത്ത് കഴിയുമ്പോഴാണ് ജനത്തെ ദൈവമാക്കുന്നത്. ചിലതിപ്പം ജീവിച്ചിരിക്കുമ്പോഴും ദൈവം കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ വരെ ദൈവം കളിക്കുന്നത്. അതെ, നമ്മുടെ വിഷയം അതല്ല. കാരണം പറയാറുന്ന നാളെയൊക്കെ യോഗം ഉള്ളത് കൊണ്ടാണ്. ഇന്നുകൊണ്ട് യോഗം അങ്ങ് പിരിച്ചുവിടുകാരെന്നെ പറഞ്ഞാൽ ഞാനും പോയാനും നിങ്ങളുമൊക്കെ മിക്കവാറും പോയാനും.